PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ആഴ്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഓരോ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് നോക്കിപ്പോകാം കേട്ടോ. അതിൽ സഹകരണ സർവീസിലേക്ക് പരീക്ഷകൾ ജൂൺ 29 നടക്കുന്നതായിരിക്കും. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. PSC സംബന്ധമായിട്ടുള്ള മുഴുവൻ അപ്ഡേറ്റ്, PSC എക്സാം ഡേറ്റുകൾ, PSC ക്ലാസ്സുകൾ, അതുപോലെ തന്നെ PSC കൺഫർമേഷൻ ഡേറ്റുകൾ, PSC പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് PSC അപ്ഡേറ്റ്സിലൂടെ നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ PSC സംബന്ധമായിട്ടുള്ള ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോവാതിരിക്കാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സഹകരണ സർവീസിലേക്കുള്ള പരീക്ഷകൾ ജൂൺ 29 മുതൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 29/6/2025 പരീക്ഷ. സെക്രട്ടറി 29/6/2025, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 20/7/2025, അസിസ്റ്റന്റ് സെക്രട്ടറി 20/7/2025, ജൂനിയർ കാഷ്യർ 3/8/2025. വിശദമായ സിലബസ് ഉടൻ എന്നാണ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തരത്തിന് ശേഷം നടത്തുന്ന ആദ്യ പരീക്ഷ എന്നൊരു വ്യത്യാസം കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഇനി HSST കമ്പ്യൂട്ടർ സയൻസ് ഷോർട്ട് ലിസ്റ്റ് 4-1 ഹയർ സെക്കൻഡറി ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ തവണത്തിന്റെ 4-1 വെട്ടിച്ചുരുക്കി. മെയിൻ ലിസ്റ്റിൽ 308, സപ്ലിമെന്ററി 300, ഫിനിഷേഴ്സ് ലിസ്റ്റിൽ 24 എന്നിങ്ങനെ 632 പേരെയാണ് മുൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ലിസ്റ്റിൽ 154 പേർ മാത്രമേ ഉള്ളൂ. മെയിൻ ലിസ്റ്റിൽ 57 പേർ മാത്രമാണ് ഇത്തവണ ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 83 പേരും ഫിനിഷേഴ്സ് ലിസ്റ്റിൽ 14 പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 57.33 ആയിരുന്നു. മുൻ ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക് 46.67 ആയിരുന്നു. മുൻ ലിസ്റ്റിൽ നിന്നും 403 നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് നിയമനം 4-1 മാത്രം. ഒരു വർഷമായി നിയമനമില്ലാതെ പത്തനംതിട്ട ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞു. 2024 മാർച്ച് 20-നാണ് ജില്ലയിൽ അവസാന നിയമന ശുപാർശ നടന്നത്. ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലയിൽ 2025 ഒരാൾക്ക് പോലും നിയമന ശുപാർശ നൽകിയിട്ടില്ല. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രേഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷത്തിൽ താഴെ മാത്രം ശേഷിക്കെ ഇതുവരെ നടന്ന 27 നിയമന ശുപാർശ മാത്രം. 14 ജില്ലകളിലെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ 1826 പേരെയാണ് PSC ഉൾപ്പെടുത്തിയിരുന്നത്. ഇതുവരെ 503 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. കൂടുതൽ നിയമന ശുപാർശ മലപ്പുറം ജില്ലയിലാണ് 58, കുറവ് പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ 18 വീതം. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 50 കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ദയനീയമായിട്ടാണ് നിയമനമില്ല തുടരുന്നത്. റാങ്ക് ലിസ്റ്റിന് ജനുവരി 9 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റദ്ദാകും. ജൂലൈ 9 പരീക്ഷ ഉണ്ടായിരിക്കും. ഈ തസ്തികയുടെ പുതിയ വിജ്ഞാപന പ്രകാരം ഈ പരീക്ഷ ജൂലൈ 29-നായിരിക്കും 9-നായിരിക്കും പുതിയ പരീക്ഷ നടക്കാൻ പോകുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ 5.1 ലക്ഷം പേർ അപേക്ഷകർ. പരീക്ഷ തീയതി കൺഫർമേഷനും ശേഷം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റ് നടത്തുമെങ്കിലും തീയതി തീരുമാനിച്ചിട്ടില്ല. 14 ജില്ലകളായി 5 ലക്ഷത്തിന് മുകളിൽ പേരാണ് അപേക്ഷ നൽകിയത്. ഇവരുടെ കൺഫർമേഷൻ നടപടി പൂർത്തിയാക്കിയ ശേഷമാണ് തീയതി തീരുമാനിക്കുക. ജൂൺ 11 വരെയാണ് കൺഫർമേഷൻ നൽകാൻ. ഘട്ടം ഘട്ടമായി പരീക്ഷ നടത്തണമെങ്കിൽ കൺഫർമേഷൻ ശേഷം തീരുമാനിക്കും. 1-2 ഘട്ടമായി പരീക്ഷ നടത്താൻ കഴിയുന്നത്ര അപേക്ഷകൾ മാത്രമാണ് കൺഫേം നൽകിയിട്ടുള്ളെങ്കിൽ ഓഗസ്റ്റ് 10 പരീക്ഷ പൂർത്തിയാകും. അല്ലെങ്കിൽ സെപ്റ്റംബർ കൂടി പരീക്ഷകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ എത്ര പേര് കൺഫർമേഷൻ നൽകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എത്ര ഘട്ടമായിട്ട് പരീക്ഷ നടത്തണമെന്ന് PSC തീരുമാനിക്കുക. റാങ്ക് പട്ടിക നോക്കുകുത്തി. ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിച്ചില്ല. താൽക്കാലിക അധ്യാപകർക്ക് പരിശീലനം നൽകാത്തതിനാൽ പ്രതിസന്ധി. ഈ വർഷം സംസ്ഥാനത്ത് 3-4 ഡിവിഷനുകളുടെ പല സർക്കാർ ഹൈസ്കൂളുകളിലും അധ്യയനം തുടങ്ങുന്ന സ്ഥിരം ഇംഗ്ലീഷ് അധ്യാപകരില്ലാതെ. കൂടുതൽ ഡിവിഷനുകളുള്ള സ്കൂളുകളിൽ പിരീഡ് അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷിന് തസ്തിക അനുവദിച്ചെങ്കിലും നിയമനം PSCക്ക് വിടാതെ താൽക്കാലിക നിയമനവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട നിയമനത്തിൽ കഴിഞ്ഞിരിക്കുന്ന താൽക്കാലിക അധ്യാപകരെ ആവശ്യമുണ്ടെന്ന അറിയിപ്പ് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. കാലാവധി തീരാറായ റാങ്ക് പട്ടികയിൽ നിന്ന് സ്ഥിരം ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവുകൾ കാറ്റിപ്പറത്തിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ അധ്യാപകർക്ക് നൽകിയ 5 വർഷത്തെ പരിശീലനത്തിന് ഗുണസ്ഥിരത അധ്യാപകർ ഇല്ലാത്തതിനാൽ സ്കൂളുകളിൽ ലഭ്യമില്ലെന്നും അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ സ്ഥിരം അധ്യാപകർക്ക് മാത്രമാണ് നൽകുന്നത്. ഇത് കാരണം പരിഷ്കരണം ഇംഗ്ലീഷ് പാഠഭാഗങ്ങൾ ഏത് രീതിയിൽ പഠിപ്പിക്കും എന്നതിൽ പ്രതിസന്ധിയും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് അധ്യാപകർ കൈകാര്യം ചെയ്യേണ്ട ഭാഷ ഇംഗ്ലീഷാണ്. അപ്പൊ അവർ ആ ഒരു ഇതിൽ പ്രാവീണ്യം നേടിയവർ തന്നെ ആ ഒരു ഭാഷ കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അത്ര രീതിയിൽ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവൂ. ഇപ്പൊ പല സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് അധ്യാപകരില്ല. മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആദ്യഘട്ടം മുടങ്ങിയവർക്ക് 2ാം ഘട്ടത്തിൽ അവസരം. മെയ് 24 നടന്ന ഡിഗ്രി ഘട്ട ബിരുദതല ആദ്യ പരീക്ഷയ്ക്ക് പല കാരണങ്ങൾ ഹാജരാക്കാൻ കഴിയാത്ത ജൂൺ 20 നടക്കുന്ന 2ാം ഘട്ട പരീക്ഷയിൽ അവസരം നൽകുമെന്ന് PSC അറിയിച്ചു. സർവകലാശാല മറ്റ് സ്ഥാപനം നടത്തിയ പരീക്ഷ പങ്കെടുത്തവർക്ക് വേണ്ടി 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കണം. അപകടം സംഭവിച്ചവരും രോഗബാധിതരും ചികിത്സ നടത്തിയവന്റെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രസവ സംബന്ധമായ അസുഖമുള്ളവർ ചികിത്സ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ
സർട്ടിഫിക്കറ്റ് എന്നിവ ചേർത്ത് അപേക്ഷിക്കണം. ഗർഭിണി ഉദ്യോഗാർത്ഥികളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ പ്രസവം പ്രതീക്ഷിച്ചവർ, യാത്രാ ബുദ്ധിമുട്ടുള്ളവർ, വിശ്രമ നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ചികിത്സാ സർട്ടിഫിക്കറ്റും സഹിതം അപേക്ഷിക്കണം. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവരും രേഖകൾ സഹിതം അപേക്ഷിക്കാം. അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടെ PSC ജില്ലാ ഓഫീസിൽ അപേക്ഷിക്കണം. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ PSC ആസ്ഥാന ഓഫീസിൽ വിഭാഗം നൽകണം. ജൂൺ 2 മുതൽ 7 വരെ വൈകിട്ട് 5:15 വരെ അപേക്ഷകൾ പരിഗണിക്കുന്നതാണ്. HST ഡ്രൈവർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, SI ഉൾപ്പെടെ 34 PSC പരീക്ഷകൾ ഓഗസ്റ്റിൽ. അപ്പോൾ 34ഓളം PSC പരീക്ഷകളുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റിലായിരിക്കും. HST ഡ്രൈവർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, SI ഉൾപ്പെടെ 34 തസ്തികകളിലേക്കുള്ള പരീക്ഷകളാണെങ്കിൽ എന്ന് നടത്തുക ഓഗസ്റ്റ് PSC നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് ഓർക്കുക കേട്ടോ. ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചുള്ള 27/3/2000 തീയതിയിൽ ഇന്റർവ്യൂ പ്രോഗ്രാം 28/5/2020 തീയതിയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊല്ലം, പാലക്കാട്, കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ച് നടത്താൻ വെച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ പ്രിലിമിനറി മെഡിസിൻ കാറ്റഗറി നമ്പർ 370/2020 തസ്തികയുടെ തെരഞ്ഞെടുപ്പ് 26/6/2020 ഓൺലൈൻ പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നാണ് കേട്ടോ. IAS, IPS, IFS ജൂനിയർ മെമ്പർമാർക്കുള്ള വകുപ്പ് തല പരീക്ഷയുടെ ജൂലൈ 2000 വിജ്ഞാപനം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കൃത്യമായിട്ടുള്ള PSC അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മറക്കണ്ട, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.